ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഈ ചാനലിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്കിതിനു വേണ്ടി പ്രത്യേകിച്ച് റൂമൊന്നുമില്ല കേട്ടോ. കുറേ പേര് ക്രാഫ്റ്റ് റൂം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഒരു പഴയൊരു ബാഗും ഉണ്ട്, പിന്നെ കുറച്ച് ബോക്സുകളാക്കിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ഐറ്റംസും വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ പ്രൈസൊക്കെ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ 2 ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഐറ്റംസ് എല്ലാം വാങ്ങിയപ്പോൾ ഞാൻ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എല്ലാ പ്രൈസും ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഒരു ചെറിയൊരു ഷെൽഫിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോക്സുകളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോക്സുകൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്നവേഴ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. അപ്പോൾ ഇതിന് വേണ്ടി വാങ്ങിയതൊന്നല്ല കേട്ടോ. ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ തന്നെ ഉള്ളത് പേപ്പർ ക്ലിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ 2ാമത്തെ വീഡിയോ തന്നെ ഈ പേപ്പർ ക്ലിപ്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഹാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതേപോലത്തെ ക്ലിപ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹാക്സ്. അപ്പം അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് പേപ്പർ ക്ലിപ്സ്. ഈ കാണുന്ന പേനയല്ല കേട്ടോ, ഇത് നമ്മൾ സർദോസി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള നീഡിലില്ലേ, അതിൻ്റെ നീഡിലാണ് കേട്ടോ. അപ്പം ഞാനത് പേനയുടെ ഉള്ളിലാക്കി നമുക്ക് പിടിക്കാൻ സൗകര്യത്തിന് ഒരു ഒഴിഞ്ഞ പേനയുടെ ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് സർദോസി വർക്ക് അറിയില്ല, അത് പഠിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കുന്നതാണ് കേട്ടോ. അടുത്തൊരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സ്കെച്ച് പെൻസ്, കളർ പെൻസിൽസ്, ക്രയോൺസ്, പിന്നെ മാർക്കർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്കെച്ച് പെൻ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയതാണ്. 1 വർഷത്തിന് മുകളിലാണ് ഞാൻ വാങ്ങിയിട്ട്. അപ്പം അന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ കണ്ടു നോക്കാം. അപ്പം അന്ന് വാങ്ങിയിട്ട് എൻ്റെ എല്ലാ ക്രാഫ്റ്റ് വർക്കിനും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്ര നാളായിട്ടൊരു കുഴപ്പമില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അടുത്തൊരു ബോക്സിലുള്ളത് കുറച്ച് ത്രെഡാണ്. നമ്മുടെ സിൽക്ക് ത്രെഡ് ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് 1-2 വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ട്. പിന്നെ നീഡിൽസ്, സാധാരണ ത്രെഡ്, പിന്നെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ത്രെഡാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അടുത്ത 2 ബോക്സിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണുള്ളത് പെയിൻറ്റ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. ഫാബ്രിക് കളറോ പോസ്റ്റർ കളേഴ്സൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ എല്ലാ ക്രാഫ്റ്റ് വർക്കിനും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ഗ്ലാസ് പെയിൻ്റ് ആണ്. അതിൻ്റെ ഗ്ലാസ് ലൈനർ എൻ്റെ കയ്യിലില്ല കേട്ടോ, അത് തീർന്നു പോയി. ആ ചെറിയ ബോട്ടിൽ കാണുന്നത് ഗോൾഡൻ കളറാണ്. ചെറിയ ബോട്ടിൽ തന്നെ 25 രൂപയാണ്. അപ്പോൾ ഗോൾഡൻ കളറ്, സിൽവർ കളറ്, പിന്നെ മെറ്റാലിക് കളേഴ്സ്, അങ്ങനത്തെ കളേഴ്സിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലുണ്ടായിരുന്നു. സാധാരണ കളേഴ്സ് വാങ്ങുകയാണെങ്കിൽ 20 രൂപ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ 2 ചെപ്പുകളുണ്ട്. അതിലൊരെണ്ണത്തിൽ ഞാൻ കുറച്ച് വാഷി ടേപ്പും പിന്നെ നമ്മുടെ 3D ഔട്ട്ലൈനർ അല്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ 3D ഔട്ട്ലൈനർ. നമുക്ക് ക്രാഫ്റ്റ് വർക്കിനും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫസ്റ്റ് വൺ കാണുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്കും പിന്നെ ഗ്ലിറ്ററും കൂടി വരുന്നതാണ്. മറ്റേത് 2 ഗോൾഡൻ കളറാണ്. പിന്നെ ഉള്ളത് കുറച്ച് വാഷി ടേപ്പാണ്. ഇതിലിപ്പോൾ 2 ടൈപ്പ് വാഷി ടേപ്പ് നിങ്ങൾക്ക് കാണാം. ഇതും നമുക്ക് ക്രാഫ്റ്റ് വർക്കിന് ഒട്ടേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഒരു റോളിന് 5 രൂപയായിരിക്കും ഇതിൻ്റെ പ്രൈസ്. ഇനി അതുപോലെ തന്നെ വേറൊരു ചിപ്പും കൂടി ഉണ്ട്. അതിൽ കുറച്ച് ഫ്ലവേഴ്സാണ്. ഇത് ഫോം ഫ്ലവേഴ്സാണ്, കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. ഈ ഒരു ബണ്ടിലിന് 10 രൂപയ്ക്കുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. 12 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങുമ്പോൾ. പിന്നെ ഉള്ളത് നമ്മൾ ഡ്രസ്സുമ്പോഴൊക്കെ, പഴയ ഡ്രസ്സ്, കുട്ടികളുടെ ഡ്രസ്സുമ്പോഴൊക്കെ ആയിരിക്കും നിറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ അതുമുള്ള ഫ്ലവേഴ്സും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ബോക്സിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഐസ്ക്രീമിൻ്റെ ബോക്സിൽ കുറച്ച് പേൾസാണ്, നമ്മുടെ മാലമണികളുണ്ടല്ലോ, അതാണ് വെച്ചിരിക്കുന്നത്. പല വലിപ്പത്തിലുള്ളതുണ്ട്. പിന്നെ ഉള്ളത് ഷെല്ലാണ്. ഇത് ഷെല്ലുകളാണ് കേട്ടോ, ചെറിയ ചെറിയ ഷെല്ലാണ്. പിന്നെ ചെറിയ ചെറിയ കവറുകളാക്കിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. വുഡൻ ബീഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ബട്ടൺസ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒരു കവറിലാക്കി വെച്ചേക്കാണ്. പിന്നെ ലാസ്റ്റ് കുറേ പേൾസൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ കൊണ്ടിടുന്നതാണ് ഈ ഒരു ബോക്സിൽ. അടുത്തത് ഇതേപോലൊരു ഐസ്ക്രീമിൻ്റെ ബോക്സാണ്. ഇത് നമ്മൾ നമ്മുടെ പേപ്പർ കപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് 4 ഇങ്ങനെ തിരിച്ചേക്കാണ്. അത് വെറുതെ വെച്ചേക്കുന്നതാണ്. ഒട്ടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കുറേ മിറേഴ്സും ഫ്രെയിംസാണ്. പല വലിപ്പത്തിലുള്ള മിറേഴ്സ് ഉണ്ട്.
സ്ക്വയർ ഷേപ്പിലുള്ള മിറേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ എല്ലാം ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. ഇതും നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് വർക്കിൽ യൂസ് ചെയ്യാം, ഡ്രസ്സിൽ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എങ്കിൽ കൂടിയും ഞാൻ കൂടുതലും ക്രാഫ്റ്റ് വർക്കിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡ്രസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഷെൽഫിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അടയ്ക്കാം. ഇനി ബാക്കി നമ്മുടെ ബാഗിൽ എന്താണുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ബാഗിൻ്റെ കോലം കണ്ട് ആരും ഞെട്ടരുത് കേട്ടോ, അതുപോലെ ആയിട്ടുണ്ട്. പഴയൊരു ബാഗാണ്. അപ്പോൾ ആദ്യം ഞാൻ വലിയൊരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലായിരുന്നു എൻ്റെ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നാലും വീഡിയോസ് എടുക്കണമല്ലോ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം അങ്ങോട്ടും കൊണ്ടുപോകണം. അപ്പോൾ ഈ ബോക്സിൽ നിന്ന് അങ്ങോട്ട് ബാഗിലേക്ക് മാറ്റി ആകെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ പഴയൊരു ബാഗ് കിട്ടിയപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും അതിലാക്കി വെച്ചേക്കാണ്. അപ്പം നമുക്ക് എളുപ്പമാണല്ലോ കൊണ്ടുപോകാനും വരാനും. പിന്നെ നമ്മുടെ റൂമിലായാലും എടുത്ത് വെക്കാൻ എളുപ്പമാണ്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ കാണിച്ചു തരുന്നത് എൻ്റെ 2 പൗച്ചാണ്. അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് ടൂൾസൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ആദ്യത്തെ പൗച്ചിലുള്ളത് ഇത് കുറച്ച് പിൻസാണ് കേട്ടോ. നമ്മൾ നോട്ടീസ് ബോർഡിലൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന പിന്നാണ്. പിന്നെ കത്രിക, പഞ്ചിങ് മെഷീൻ, പ്ലക്കർ, ഇതുപോലൊരു കട്ടർ, ഒരു ലൈറ്റർ, അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് ടൂൾസൊക്കെയാണുള്ളത് ഇതിൽ. അടുത്തൊരു പൗച്ചിലുള്ളത് കുറച്ച് ബ്രഷ്, പേന, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ബ്രഷേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഇത് മതി. ഇതൊരു പഴയ ബ്രഷാണ്. ഇത് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെയുള്ളത് പേന, പെൻസില്, ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. പിന്നെ ഒരു പെർമനൻറ്റ് മാർക്കർ ഉണ്ട്, ഒരു CD DVD റൈറ്റർ ഉണ്ട്. പെന്നാണ് കേട്ടോ. ഇതൊരു ഫോൺ സ്റ്റാൻഡും കൂടി ഉള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെ ഇതിൽ വെച്ചിട്ടാണ് വീഡിയോസ് എടുത്തിരുന്നത്. ഇതിലും വെക്കാറുണ്ട്. പിന്നെ പേപ്പർ ഗ്ലാസ് കൊണ്ട് ഒരു ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. ട്രൈപോഡൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള വാങ്ങിയിട്ട്. അപ്പം അതിന് മുമ്പ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ളത് ഇതേപോലത്തെ കുറച്ച് കമ്പികളാണ്. ഇത് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെ ഒരെണ്ണത്തിന് 1 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലവർ മേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ കമ്പിയൊക്കെ വാങ്ങാം. അതുപോലെ തന്നെ ഫ്ലവർ മേക്കിങ്ങിന് അത്യാവശ്യം വേണ്ട മറ്റൊരു സാധനമാണ് ഗ്രീൻ ടേപ്പ്. അപ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് കുറച്ച് ലൈറ്റാണ്, ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. ഗ്രീൻ ടേപ്പും നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് ആവശ്യമുള്ളൊരു സംഗതിയാണ്. ഇത് നമ്മുടെ ചെറിയൊരു മെഴുകുതിരി മോഡൽ ലൈറ്റ് കത്തുന്നതാണ്. 10 രൂപയായിരുന്നു കേട്ടോ ഇതിനും ചെറുതിന് 5 രൂപയേ ഉണ്ടായിരിക്കുള്ളൂ. അടുത്തത് ഒരു ചോക്ലേറ്റ് ബോക്സും പിന്നെ നമ്മുടെ കുക്കി ബോക്സും ഒക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ തന്നെ കാണുന്നത് കുറേ സാറ്റിൻ റിബൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒതുക്കി വെക്കാനുള്ളതാണ്. ഞാൻ ടൈം കിട്ടാത്ത അങ്ങനെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കൂട്ടം തെറ്റി ഇതിൽ വന്ന് കിടക്കുന്നുണ്ട്. നമുക്കിത് മറ്റേ ബോക്സിൽ തന്നെ ആക്കി വെക്കണം. പിന്നെ ഇത് കസവിൻ്റെ വലിയൊരു റിബണാണ്. പിന്നെ കുറേ പഴയ ലേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രസ്സിൽ നിന്ന് അഴിച്ചെടുക്കുന്ന ലേസുകളുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ ലേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തൊരു ബോക്സിലുള്ളത് റിബണാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും റിബൺ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഈ ഫസ്റ്റ് ബ്ലൂ കാണുന്നത് മോളുടെ സ്കൂളിലേക്ക് പോകാൻ ആവശ്യമുള്ളതാണ്. മറ്റേത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു മിക്കി മൗസ് തീമിലായിരുന്നു നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാനറും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തതായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അന്ന് ഞാൻ ഡെക്കറേഷന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇനി അടുത്തൊരു അവസരം വരുമ്പോൾ ഈ ഒരു തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ്. അടുത്തൊരു ബോക്സും നമ്മൾ ഇതേപോലെ പേപ്പർ ഗ്ലാസ് വെച്ച് തിരിച്ചിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ബീഡ്സ് ഒക്കെയാണുള്ളത്. ഫസ്റ്റത്തെ ഒരു ഗ്ലാസ്സിൽ കുറേ ഷുഗർ ബീഡ്സ് ആണ്. നമ്മുടെ ഡ്രസ്സിൽ വർക്ക് യൂസ് ചെയ്യുന്നതാണ്. ക്രാഫ്റ്റ് വർക്കിനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പല ടൈപ്സ് കളർ ബീഡ്സ് ആണ് ഇത് ഹാഫ് ബീഡ്സും ഉണ്ട്, ഫുൾ ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ്, അതും പല വലിപ്പത്തിലുള്ളതും ഫുൾ ബീഡ്സും ഹാഫ് ബീഡ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറേ നാളായിട്ടുള്ളതാണ്, പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പോൾ വാങ്ങിയിട്ടുള്ളതൊന്നല്ല. പിന്നെ ഇത് നമ്മൾ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്, അതിൻ്റെ പാർട്സ് ഒക്കെയാണ്. പിന്നെ ഇതാ സ്റ്റോൺ ചെയിൻ ഉണ്ട്, പേൾ ചെയിൻ. ഇതും നമ്മൾ ഇയറിംഗ് മേക്കിങ്ങിനാണ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കിനും ഡ്രസ്സിൽ വർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇതാണ് ജർദോസി, പിന്നെ കുറച്ച് കുന്തൻ സ്റ്റോൺസ്. ഇത്രയും സാധനങ്ങളൊക്കെയാണുള്ളത്. അടുത്ത 2 ഫയലിലാണ് നമ്മുടെ കളർ പേപ്പേഴ്സും പിന്നെ ചാർട്ട് പേപ്പേഴ്സും ഒക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫയലും ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഇതും
ഒരു വർഷമായിട്ട്, ഒരു വർഷത്തിന് മുകളിലായി. അന്ന് തൊട്ടേ ഞാൻ ഈ യൂസ് ചെയ്യുന്നതാണ്. ഇതെപ്പോഴും ഞാൻ എടുക്കുന്നതാണ്. ഓരോ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും എപ്പോഴും എടുക്കലും തുറക്കലും വെക്കലൊക്കെയാണ്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫയലാണ് കേട്ടോ. ഫസ്റ്റ് ടൈം വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ കളർ പേപ്പേഴ്സ് ഒക്കെയാണുള്ളത്. പലരും ഇതിന്റെ പേര് ചോദിച്ചു. നമ്മുടെ സാധാരണ A4 ഷീറ്റ് കളർ പേപ്പേഴ്സ് ആണ്. ഞാൻ വാങ്ങാറുള്ളത് ഒരു പാക്കറ്റിന് 125, 120 ആ ഒരു റേറ്റിലാണ് കിട്ടുക. 100 പേപ്പറാണ് ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ ക്രാഫ്റ്റ് വർക്കിലും മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ കളർ പേപ്പേഴ്സ്. ഒരു ബണ്ടിലായിട്ട് വാങ്ങുന്നതാണ് നമുക്ക് ലാഭം, ഒറ്റയ്ക്ക് വാങ്ങുന്നതിനേക്കാളും. അപ്പോൾ ഇതിൽ കളർ പേപ്പേഴ്സ്. അടുത്തൊരു ഫയലിലുള്ളത് ചാർട്ട് പേപ്പേഴ്സ് ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുള്ള ചാർട്ട് പേപ്പേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സ്റ്റോൺ സ്റ്റിക്കേഴ്സ് ആണ്. ഇതുമെന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒട്ടിക്കാൻ പറ്റും. ഇത് ഓരോന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു ഷീറ്റിന് 20 രൂപയാണുള്ളത്. അപ്പം ഇതേപോലത്തെ വേറെ ഉണ്ട് എൻ്റെ കയ്യിൽ. നമ്മുടെ മൾട്ടി കളർ വരുന്നതുണ്ട്, ഇതേപോലത്തെ റോസ് കളർ, പല വലുപ്പത്തിലും പല കളറിലും നമുക്കിത് കിട്ടും. ഉള്ളത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ്. ഇത് ഞാൻ ഇതേപോലെ വേറൊരു കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് ഒരു ക്രാഫ്റ്റിന് വേണ്ടി എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചേക്കാണ്. പുറത്ത് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഗ്ലിറ്ററൊക്കെ പെട്ടെന്ന് പോണ പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെക്കുമ്പോൾ കൂടുതൽ കാലം നമുക്കിതിങ്ങനെ സ്റ്റോർ ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് അതൊക്കെ ഒരു കവറിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ ചാർട്ട് പേപ്പേഴ്സും പല ടൈപ്സ് കളർ പേപ്പേഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അടുത്തത് എൻ്റെ കയ്യിലുള്ളത് വൂളൻ ത്രെഡ് ആണ്. ഈ വൂളൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാനിതുവരെ ക്രാഫ്റ്റ് വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വേഗം തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഗ്ലൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ടൈപ്സ് ഗ്ലൂ ഇതാണ്. നമ്മുടെ സാധാരണ ഫെവിക്കോള്, പിന്നെ ഇത് ഫേബ്രിക് ഗ്ലൂ ആണ്, പിന്നെ സാധാരണ നമ്മൾ പേപ്പർ ഒട്ടിക്കുന്ന സാധാരണ ഗ്ലൂ, പിന്നെ നമ്മുടെ ഫെവി ബോണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഫെവി ബോണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ടും ക്രാഫ്റ്റ് വർക്കിൽ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും അതിൻ്റെ ടൈപ്സും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഡൗട്ടുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. പിന്നെ ഇതാ ഒരു ചെറിയൊരു ബോക്സും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇത് ഗ്ലിറ്റേഴ്സ് ആണ് കേട്ടോ. അത് റെഡ് കളർ ഉള്ളതാണ്. പിന്നെ പിസ്ത ഷെല്ലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗ്ലിറ്റർ പൗഡർ തന്നെയാണ് കേട്ടോ. ഗോൾഡൻ കളർ ഒരു പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ചാർട്ട് പേപ്പേഴ്സ് കാണാം. അപ്പം നമ്മൾ സാധാരണ വാങ്ങുന്ന ചാർട്ട് പേപ്പറിനേക്കാളും കുറച്ച് കട്ടിയുള്ള നല്ല കളർഫുള്ളായ ചാർട്ട് പേപ്പേഴ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. 10 രൂപ 15 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. നമ്മുടെ സാധാരണ പേപ്പറിന് എനിക്ക് തോന്നുന്നു 5 രൂപയൊക്കെ ആയിരിക്കും ഒരു ചാർട്ട് പേപ്പറിന് ഉണ്ടായിരിക്കുക. ഇതിപ്പോൾ ബ്ലാക്കിന് 10 രൂപയായിരിക്കും. മറ്റ് കളർ ചാർട്ട് പേപ്പേഴ്സ് വാങ്ങുമ്പോൾ 15 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. അടുത്തതാ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ വേസ്റ്റ് മെറ്റീരിയൽസും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാമെന്ന് മാത്രം. അപ്പോൾ അതാ ഇത് വെറുതെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ്. പിന്നെ മുട്ടത്തോടാണ്, നന്നായിട്ട് കഴുകി ഉണക്കി ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു കവറിൽ നമ്മൾ ഫോം ഷീറ്റില്ലേ, സാധാരണ ഫോം ഷീറ്റ്, അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന കുറേ പീസസ് ഒക്കെ ഇങ്ങനെ ആക്കി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു കവറിൽ. ഇത് തെർമോകോൾ ബോൾസ് ആണ് കേട്ടോ. നമുക്കിത് സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇതിൻ്റെ ഓട്ടോഗ്രാഫ്സ് ആണ് 10ാം ക്ലാസ് തൊട്ടുള്ളത്. 10ാം ക്ലാസ്, +2, പിന്നെ ഡിഗ്രി. കുറേ നാൾ കൂടുമ്പോൾ നമുക്കിങ്ങനെ വായിച്ചു നോക്കാനൊക്കെ നല്ല രസമല്ലേ. ഇടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കും. പിന്നെ നമ്മുടെ സെല്ലോ ടേപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു കാർഡ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പം ഞാനതങ്ങനെ വെറുതെ എടുത്തു വെച്ചു എന്ന് മാത്രം. പിന്നെ ബാക്കിയുള്ള ക്രാഫ്റ്റൊക്കെ ഞാൻ വേറെ എടുത്തു വെച്ചേക്കാണ് കേട്ടോ. ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇതാ ഈ ഒരു ബോക്സ് ആണ്. ഇതിൽ കുറേ കാർഡുകളാണ് കേട്ടോ. എന്ത് കാർഡുകളാണെന്നറിയോ? നമ്മുടെ ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡ്, ബർത്ത്ഡേക്ക് കിട്ടുന്ന കാർഡ്, അതൊക്കെ. ഇതും ഒരു 10ാം ക്ലാസ് മുതലുള്ളത് ഉണ്ടായിരിക്കുള്ളൂ. അന്ന് തൊട്ടുള്ളതേ നമ്മൾ കാർഡുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കാണ്. ഇഷ്ടം പോലെ കാർഡുകളുണ്ട്. നമുക്ക് ഫ്രണ്ട്സ് തരുന്നതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കാണ് കേട്ടോ. കുറേ നാൾ കൂടുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് വായിച്ചു നോക്കുമ്പോഴൊക്കെ നല്ലൊരു ഫീലാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വായിച്ചു നോക്കാനൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തത് ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പിസ്താഷ്യയിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിം. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര കുറവാണ്, നല്ല പേടിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അന്നത്തെ വീഡിയോയുടെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ.
പിന്നെയുള്ളത് ഗ്ലൂ ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലിയായിട്ടുള്ള ഗ്ലൂവിന്റെ ബോട്ടിൽസ് ആണ് കേട്ടോ. പിന്നെ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗ്ലൂ ഒക്കെ ആവശ്യം വരുന്ന വർക്ക് വരില്ലേ, എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് വരില്ലേ, അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും കുറേ ഗ്ലൂ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ എന്ത് സാധനം മാക്സിമം യൂസ് ചെയ്യണമെന്നാണ് പറയാം. പിന്നെ ഇതാ കുറേ ഐസ്ക്രീം സ്റ്റിക്സ് ആണ്. ഇതിപ്പോൾ കളർ ചെയ്തതുണ്ട്, അല്ലാത്തതുണ്ട്. ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ വേറെ ബോക്സിലാക്കി വെച്ചേക്കാണ്. ഇത് ഞാനൊരു ബണ്ടിലായിട്ടാണ് വാങ്ങിയത്. പ്രൈസ് എനിക്ക് തോന്നുന്നു 100 രൂപയായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ഹോൾ വീഡിയോ ചെയ്തതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതെന്തോരം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ഐറ്റംസ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഒന്ന് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഇന്ന് ഞാൻ ആദ്യം പേര് വായിക്കുന്നില്ല കേട്ടോ. കുറച്ച് ലെങ്ത് ആയിട്ട് വീഡിയോ ആണ്. ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ എല്ലാവരും പേരുകൾ വായിക്കാം കേട്ടോ. ഞാൻ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പേരുകളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദേവോട് ടാറ്റ പറഞ്ഞേ. See you. Bye bye. Thank you for watching.